തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ വൻ മോഷണം. ഏകദേശം 2 കോടി രൂപയുടെ സ്വർണ്ണാഭരണങ്ങളും മരതകവും അതുപോലെ മയൂരവും പവിഴമൊക്കെ പോയെന്നാണ് പറയുന്നത്. 2 കോടി ആയിരിക്കത്തില്ല അതിൻ്റെ വില. എന്തായാലും കൊട്ടാരത്തിലെ ഏറ്റവും മുതിർന്ന അശ്വതിരുന്നാൾ ഗൗരി ലക്ഷ്മിഭായിയുടെ പരാതിയിൽ പേരൂർക്കട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം, 40 ഏക്കർ വരുന്ന വസ്തുവിൻ്റെ നടുക്കാണ് കവടിയാർ കൊട്ടാരം. ചുറ്റുമതിലുമൊക്കെ ഉണ്ടെങ്കിലും കൊട്ടാരത്തിന് ചുറ്റുമുള്ള പണ്ടുണ്ടായിരുന്ന 100 കണക്ക് ഏക്കർ സ്ഥലം ഉണ്ടായിരുന്ന പലതും ഇപ്പം പല വൻ കെട്ടിടങ്ങളും പണിത് കഴിഞ്ഞു. എന്നാലും കൊട്ടാരം ഇപ്പോഴും നിലനിൽക്കുന്നു. 150ഓളം മുറികളുണ്ട്. അവിടെ കൊട്ടാരത്തിനകത്ത് 15ഓളം ജോലിക്കാരുണ്ടെന്നാണ് പറയുന്നത്. എന്നാൽ മൊത്തമായി നമ്മൾ നോക്കുമ്പം ഏകദേശം 89 പേര് അവിടെ മാസശമ്പളം വാങ്ങുന്നുണ്ട്. കൊട്ടാരത്തിൻ്റെ സംരക്ഷണവും കൊട്ടാരത്തിനകത്തെ ജോലികളും കൊട്ടാരത്തിന് ചുറ്റുമുള്ള ജോലികളും ഒക്കെ ചേർത്ത് 89ഓളം എംപ്ലോയീസ് ഉണ്ടെന്നാണ് പറയുന്നത്. 2 കോടി രൂപയാണ് വില മതിക്കുന്നതെന്നാണ് തമ്പുരാട്ടി പറഞ്ഞതെങ്കിലും അത്രയായിരിക്കത്തില്ല അതിൻ്റെ മൂല്യം. ഏകദേശം 40 പവനോളം മോഷണം പോയിട്ടുണ്ട്. കൊട്ടാരത്തിൽ 150ഓളം മുറിയുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആ ഒരു മുറിയിലെ താഴത്തെ നിലയിലാണെന്ന് തോന്നുന്നു. അവിടെ സ്റ്റീൽ അലമാരയ്ക്കകത്താണ് ഒരു പെട്ടിയിലാണ് ഈ ആഭരണങ്ങൾ വെച്ചിരുന്നത്. കൊട്ടാരത്തിലെ അമൂല്യങ്ങളായ വളരെയധികം സ്വർണ്ണാഭരണങ്ങൾ പല മുറികളുമായിട്ടുണ്ടാവും. പക്ഷേ തമ്പുരാട്ടി ഇടയ്ക്കൊക്കെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഉപയോഗിക്കുന്ന ആ ഏകദേശം 40ഓളം വരുന്ന ആ സ്വർണ്ണമാലകൾ, ആഭരണങ്ങൾ, കാതിലിടുന്നത്, കൈവളകൾ, അങ്ങനെ പാദസരം, അങ്ങനെയുള്ള എല്ലാ ആഭരണങ്ങളും വില മതിക്കാത്തതാണ്. അതൊക്കെ ആർക്കിയോളജിക്കൽ വാല്യൂ ഉള്ളതാണ്. 1934 കവടിയാർ കൊട്ടാരം പണിതത്. ഏകദേശം 150ഓളം മുറി ഉണ്ടെന്ന് പറയുന്നു. അതിൻ്റെ അണ്ടർഗ്രൗണ്ട് സെല്ലാറുമുണ്ട്. ഇവിടെ പല മുറികളും വിലമതിക്കാത്ത പല വസ്തുക്കളും ഇന്നും അവിടെ കിടക്കുന്നു. അതെല്ലാം കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശികൾക്കുള്ളതാണ്. എന്തായാലും അവിടുന്ന് കാണാതെ പോയ എന്ന് പറയുന്ന ഈ 40 പവനം വരുന്ന അമൂല്യ നിധികൾ, 2 കോടിയുടെ നിധികൾ, അത് കഴിഞ്ഞ നവംബർ 2025 തമ്പുരാട്ടി അവസാനമായി അത് കണ്ടത്. അവർ ബാംഗ്ലൂർ എങ്ങാണ്ട് പോകാൻ നേരത്തിന് അതിനകത്ത് ഏതോ ഒരു മാല എടുത്തു. അന്നേരം എല്ലാം അവിടെ തന്നെ സുരക്ഷിതമായിട്ടുണ്ട്. തിരിച്ചു വന്ന് മാല അവിടെ വെച്ചിരിക്കുന്നു. പക്ഷേ ഇപ്പോഴാണ് പിന്നീട് അത് പരിശോധിച്ചത്. അവസാനം കണ്ടത് നവംബറിലാണ് 2025. ആ വിവരം പോലീസിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കൊട്ടാരത്തിലെ ജീവനക്കാർ, തീർച്ചയായിട്ടും കൊട്ടാരത്തിനകത്ത് പ്രവേശനമുള്ള ജീവനക്കാർ എത്ര പേരുണ്ടെന്ന് പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വളരെ ശ്രമകരമായ ഒരു ജോലി തന്നെ. ഇത് ഒന്നിച്ചെടുത്തുകൊണ്ട് പോയതല്ല, കുറേശ്ശെ കാലാകാലങ്ങളിൽ എടുത്തുകൊണ്ട് പോയെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാലും ഒരു 13 ഐറ്റങ്ങളാണ് പൊതുവായിട്ട് പറയുന്നത്. ബാക്കി ഓർമ്മയിലുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല. കൊട്ടാരത്തിലെ അവിടുത്തെ ഒരു അഡ്മിനിസ്ട്രേറ്റർ പോലെ ഒരു ലീഗൽ അഡ്വൈസറുണ്ട്. അഡ്വക്കേറ്റ് വരുൺ വഞ്ചൂർ കോടതിയിലാണ്. അദ്ദേഹത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് തന്നെ ഒരു ഓഫീസുണ്ട്. അവിടെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരുമ്പം അദ്ദേഹത്തിനെ ആണ് അവർ കൺസൾട്ട് ചെയ്യുക. എങ്കിലും അവിടെ നഷ്ടപ്പെട്ടുപോയ ചില വിലമതിക്കാനാവാത്ത ആഭരണങ്ങൾ, അതൊക്കെ തീർച്ചയായിട്ടും കൊട്ടാരം ജീവനക്കാർക്ക് ആ പറയുന്ന വിലയൊന്നും കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യത കുറവാണ്. അത് അമൂല്യ നിധികളാണ്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകും. തിരുവനന്തപുരത്ത് അതൊക്കെ വാങ്ങിച്ചെടുക്കാൻ ധാരാളം ആൾക്കാർ, പഴയ സാധനങ്ങൾ വാങ്ങുന്ന, അമൂല്യ നിധികൾ വാങ്ങുന്ന ആൾക്കാരുണ്ട്. എന്തായാലും അവിടെ നിന്ന് കാണാതെ പോയതിലൊന്ന് ഓറഞ്ച് നിറത്തിലുള്ള പവിഴവും സ്വർണ്ണമുത്തും ഇടകലർന്ന് ഉള്ള ഒരു സ്വർണ്ണ ചെയിനുണ്ടായിരുന്നു. അരപ്പവന് തൂക്കമുള്ളൂ. പക്ഷേ അതിനകത്ത് ഓറഞ്ച് നിറത്തിലുള്ള കല്ലുകൾ, പവിഴമുണ്ട്. അങ്ങനെ വിലയേറിയ കല്ലുകൾ പതിച്ച ഒരു ആഭരണമാണ് ഒരു സ്വർണ്ണ ചെയിൻ. അരപ്പവനേ ഉള്ളെങ്കിലും ബാക്കി മുഴുവൻ
വിലമതിക്കാനാവാത്ത ഡയമണ്ടും പല രീതിയിലും പല കളറിലും ഒക്കെ പതിപ്പിച്ചതാണ്. അപ്പോൾ അത് അരപ്പവനേ ഉള്ളൂ എന്ന് കരുതെങ്കിലും അത് കോടിക്കണക്കിന് രൂപ വില വരുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. പാദസരം പിച്ചിപ്പ് മുട്ടു ഡിസൈനുള്ളത് ഒരെണ്ണം പോയിട്ടുണ്ട്, അത് 3 പവനുണ്ട്. അതുപോലെ തന്നെ കറുത്ത മുത്ത് നമുക്ക് വളരെ ചുരുക്കമായിട്ടാണ് കാണുന്നത്. സ്വർണ്ണമുത്തം വിട കലർന്ന ഒരു പാദസരം 2 പവൻ്റെ പോയിട്ടുണ്ട്. 5 കുതിര പവൻ 5 ഓരോ പവൻ്റെ വീതം 5 എണ്ണം പോയിട്ടുണ്ട്. വീതിയുള്ള ഇല ഡിസൈനുള്ള 4 പവൻ്റെ വളകൾ പോയിട്ടുണ്ട്. അത് 2 വളയാണോ 1 വളയാണോ എന്ന് വ്യക്തതയില്ല, എങ്കിലും 4 പവനുണ്ട്. ഇല ഡിസൈനാണ് ആ വളയ്ക്ക് ഉള്ളത്. അതുപോലെ തന്നെ വീതി കുറഞ്ഞ 2 പവൻ പിരിയൻ വള, അത് 3 പവനുണ്ട്. അതുപോലെ തന്നെ ചുവപ്പ് കല്ല് പതിച്ച ഡയമണ്ടാണ് 2 കമ്മൽ, അതിൻ്റെ തൂക്കുമൊക്കെ കൂടെയുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയി. ശംഖ് പതിപ്പിച്ച ഒരു പച്ചക്കല്ല് പതിച്ചു. നമുക്കറിയാം കൊട്ടാരത്തിലെ തമ്പുരാൻ പച്ചക്കല്ല് പതിച്ച മാല അല്ലെങ്കിൽ ഡയമണ്ട് ഉള്ള ഒരു മാല ഇട്ടിട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് പച്ചയാണ്, മരതക പച്ചയെന്ന് പറയും. ശംഖ് പതിച്ച ഒരു സ്വർണ്ണ പിരിയൻ പവൻ ഒരു മാലയുണ്ട്, 2.5 പവനാണത്, അത് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതുപോലെ തന്നെ കൊട്ടാരത്തിലെ 8 ലക്ഷം രൂപ വില മതിക്കുന്നു എന്ന് പറയുന്ന നാഗപ്പട കമ്മലും മാലയും പതക്കവും പോയിട്ടുണ്ട്. അത് കൊട്ടാരത്തിൽ നിന്ന് വിലയിട്ടിരിക്കുന്ന 8 ലക്ഷം രൂപയാണ് അന്നത്തെ കാലത്ത്. എനിക്ക് ഇന്നതിൻ്റെ ആർക്കിയോളജിക്ക് വാല്യൂ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വില വരും. അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ വീതിയുള്ള 2 ഒഴുക്കൻ വളകൾ, അത് 6 പവനുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയി. പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത നേരത്തെ ഒരു ചെയിൻ, അത് 1 പവനുണ്ട്, അതും പോയി. അപ്പോൾ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 13 ഐറ്റങ്ങൾ പോയിട്ടുണ്ട്. അത് ഏകദേശം 10-40 പവനേ വരുള്ളൂ. എങ്കിലും അമൂല്യമായ വിലയുള്ള വസ്തുക്കളാണ് ഇതൊക്കെ. അപ്പോൾ അതൊക്കെ ഇന്ന് മാർക്കറ്റിലൊന്നും അവൈലബിൾ അല്ല. കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനങ്ങളാണ്. എന്തായാലും കഴിഞ്ഞ നവംബറിൽ പോയത് വിവരങ്ങൾ തമ്പുരാട്ടി ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് ഉടൻ തന്നെ പരാതിപ്പെട്ടു. അത് പേരുക്കട പോലീസ് അതിർത്തിയിലാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു. ഏതായാലും അവിടുത്തെ ജീവനക്കാർ 1, 2 ഒരെണ്ണം വെച്ചു അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോഷ്ടിക്കുന്ന ഒന്നിച്ചെടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. കാരണം നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏകദേശം 4-5 മാസം കൊണ്ട് പോയതായിരിക്കാം. അല്ലെങ്കിൽ ബാംഗ്ലൂർ പോയപ്പം ഒന്നിച്ചെടുത്തുകൊണ്ട് പോയതായിരിക്കാം. എടുത്തവർക്ക് ഇതിൻ്റെ വിലയെപ്പറ്റിയോ അതിൻ്റെ മൂല്യത്തെപ്പറ്റിയോ വലിയ വിവരങ്ങളൊന്നും കാണില്ല. ഏതായാലും ഇതുപോലെ അമൂല്യമായ സ്വത്തുക്കൾ ആ 150 മുറികളിലും ഉണ്ടാവും. പക്ഷേ പുറത്താണ് കൂടുതലും CCTV ദൃശ്യം. വെളിയിൽ നിന്ന് ആരും അവിടെ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് നടക്കില്ല. കാരണം മെയിൻ ഗേറ്റിൻ്റെ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. അതുപോലെ CCTV ദൃശ്യങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ക്യാമറകൾ കൊട്ടാരത്തിന് ചുറ്റുമുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും പോലീസ് പരിശോധിക്കുമായിരിക്കും. പക്ഷേ വെളിയിൽ നിന്ന് ഒരാൾക്ക് വന്ന് അങ്ങനെ അവൻ്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല. 10-15 ജീവനക്കാർ താഴെയും മുകളിലുമായിട്ടുണ്ട്. 24 hours ഡ്യൂട്ടിക്കാരും ഉണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ അവിടുന്ന് വെളിയിൽ നിന്ന് ഒരാൾക്ക് വന്നിട്ട് മോഷണം നടത്താൻ കഴിയില്ല. എങ്കിലും അവിടെ അകത്ത് പ്രവേശനമുള്ളവരോ അല്ല പെയിൻറ്റിങ്ങിനൊക്കെ വന്നവരോ അല്ലെങ്കിൽ കൊട്ടാരത്തെ സ്ഥിരം ജോലിക്ക് വരുന്നവരൊക്കെ ഉണ്ടാവാം. ഏതായാലും വളരെ വിപുലമായ രീതിയിൽ ഒരു അന്വേഷണം, ഒരു സസ്റ്റെയിൻഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയാലേ പ്രതിയിലേക്ക് എത്തുള്ളൂ. ഇത് റിക്കവർ ചെയ്യാനും അല്പം ബുദ്ധിമുട്ടുണ്ട്. ഏതായാലും പേരുക്കട പോലീസും സിറ്റി പോലീസും കൂടെ ചേർന്ന് അതിൻ്റെ കള്ളനെ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ വളരെ ശ്രമകരമാണ്. ഇങ്ങനെയൊക്കെയുള്ള വാല്യൂ ഉള്ള മൂല്യമുള്ള സാധനങ്ങൾ കൊട്ടാരത്തിൽ നിന്ന് സ്ഥിരമായി ഇങ്ങനെ മോട്ടിച്ചെടുക്കുന്ന വാങ്ങിക്കാനുള്ള ധാരാളം ആൾക്കാർ ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. അവർ പ്രത്യേക കടകൾ നടക്കുന്നുണ്ട്. അവർക്ക് വിദേശത്തും കടകളുള്ളവർ ധാരാളം പേരുണ്ട്. അമൂല്യങ്ങളായ ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതും നിസ്സാര വിലയ്ക്ക് വാങ്ങിച്ചോ വലിയ വിലയ്ക്ക് അവർ വെളിനാടുകളിലൊക്കെ വിൽക്കും.
ഇപ്പോൾ നമുക്കറിയാവുന്ന ശബരിമലയിലെ സാധനങ്ങൾ എങ്ങോട്ട് പോയി, ഇപ്പോൾ ഒന്നും കാണാനില്ല. മുഴുവൻ അവിടുന്ന് കടത്തിക്കൊണ്ട് പോയ സ്വർണ്ണക്കൊള്ള നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അറിയാം, പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് വലിയ മൂല്യമുള്ള 2 വലിയ ആനക്കൊമ്പുകൾ കാണാതെ പോയി. അത് ശ്രദ്ധയിൽ വന്നത് ഇപ്പോൾ അവിടെ ഒരു ഫംഗ്ഷൻ നടന്നപ്പോഴാണ്. എത്ര നാൾ മുമ്പ് അത് പോയതെന്ന് കണക്കില്ല. പക്ഷേ വളരെ വിപുലമായ അന്വേഷണം അവിടുത്തെ മിലിറ്ററി പോലീസും ലോക്കൽ പോലീസും നടത്തുന്നുണ്ടെങ്കിലും എങ്ങും ചെന്നെത്തിയിട്ടില്ല. ആനക്കൊമ്പ് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ വിലപിടിപ്പുള്ള അത് മദ്രാസ് റെജിമെൻറ്റിന് എങ്ങാണ്ട് ഒരു അംഗീകാരം കിട്ടിയപ്പം ഗവൺമെൻറ് കൊടുത്തതാണ്. ആ സാധനം തിരിച്ചു തരണം എന്നുള്ള കണ്ടീഷൻ തന്നെയാണ് കൊടുത്തത്. അവിടുത്തെ മെയിൻ ഡൈനിങ് ഹാളിലായിരുന്നു അത് വെച്ചിരുന്നത്. അവിടെ ഇപ്പോൾ അടുത്ത കാലത്ത് അവിടെ ഒരു മദ്രാസ് റെജിമെൻറ്റിന് ഒരു ഇന്ത്യയുടെ ആർമി ചീഫിൻ്റെ ഒരു റെക്കഗ്നിഷൻ കിട്ടിയപ്പോൾ അത് അവർ ആഘോഷിച്ചു. ആ ആഘോഷം അവിടെ വലിയ സദ്യയൊക്കെ നടത്തി. ആ സമയത്താണ് ഇത് നഷ്ടപ്പെട്ടതെന്ന് പറയുന്നെങ്കിലും അതിനു മുമ്പും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം കൊട്ടാരത്തിലെ ഈ മോഷണം അത് കണ്ടെത്താനായിട്ട് അടിയന്തരമായ പേരുക്കട പോലീസിൽ നിന്ന് ആ കേസ് ക്രൈം ബ്രാഞ്ചിലേക്ക് മാറ്റി ഒരു SP നേതൃത്വത്തിൽ അന്വേഷിക്കണം. കാരണം അത് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന് കണ്ടെത്തേണ്ട ഒരു ആവശ്യകതയാണ് കൊട്ടാരത്തിലെ. ഇതുപോലെയുള്ള ധാരാളം മോഷണങ്ങൾ നടന്നിട്ടുണ്ടാകും. കാലാകാലങ്ങളായി കൊട്ടാരത്തിലെ എത്ര ശക്തരായ രാജാക്കന്മാർ ഭരിച്ചെങ്കിലും ആ സമയത്ത് മോഷ്ടിക്കുന്നവരുണ്ട്. അതൊന്നും അറിയാതെ പോകും. ഇവിടെ കാലാകാലങ്ങളായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ഈ മോഷണം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നവർ. അത് കൊട്ടാരത്തിലെ ഇപ്പോഴുള്ള തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാർക്കും ഒക്കെ അതിനൊരു കണക്കില്ല. അപ്പോൾ അത് നിത്യം ഉപയോഗിക്കുന്നവർ നിത്യം കാണുന്നതാണെങ്കിൽ മാത്രമേ അവരുടെ ശ്രദ്ധയിൽ വരുള്ളൂ. അതിനൊരു പ്രത്യേക കണക്കുകൾ വെച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. 150 മുറിയിലെ സാധനങ്ങൾ ഏതായാലും ഓരോ മുറിയിൽ സമയമെടുത്താണേലും ശരി, ഓരോ മുറിയിലും വിലപിടിപ്പുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ഓരോ മുറിക്കും 150 ലിസ്റ്റ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ കൊട്ടാരത്തിൻ്റെ ഈ വിലപിടിപ്പുള്ള ഈ വസ്തുക്കൾ നഷ്ടപ്പെടാതെ ഇരിക്കാൻ കഴിയുള്ളൂ. ഒരു കാലഘട്ടത്തിൽ അതൊക്കെ പൊതുജനങ്ങൾക്ക് കാണാനും കൊട്ടാരം ദർശിക്കാനും സന്ദർശിക്കാനും ഒരു അവസരം ഉണ്ടാവും. ആ സന്ദർഭത്തിൽ ഇതിനൊക്കെ വലിയ വിലയുള്ളതാണ്. നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് എന്തുമാത്രം സാധനം മോഷണം പോയെന്ന് നമുക്കറിയില്ല. എങ്കിലും അമൂല്യ നിധികൾ അവിടെ ഉണ്ട്. വിലമതിക്കാത്തതാണ്. അത് സുപ്രീം കോടതി അവിടെ ഒരു ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ട് മാത്രമാണ്, അതൊരു കമ്മീഷനെ വെച്ച് നടത്തിക്കൊണ്ട് മാത്രമാണ് അമിക്കസ് ക്യൂറിയൊക്കെ വന്നിരുന്നു നമുക്കറിയാം. അതുകൊണ്ടാണ് അമൂല്യമായ നിധി 1-2 മുറിയിലെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള സാധനങ്ങൾ ആ 2 മുറിയിലുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ പ്രത്യേക SP നേതൃത്വത്തിലുള്ള സെക്യൂരിറ്റി പ്രത്യേകം വിങ് ഇപ്പം തന്നെ ഈ സംഭവം ഇത്ര വിലപിടിപ്പുള്ള സാധനം ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ഇല്ല. അതുകൊണ്ടാണ് അവിടെ 300-400 പേരുള്ള പോലീസ് സംഘം കൊട്ടാരത്തിൻ്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റും ഒരു SP നേതൃത്വത്തിൽ സെക്യൂരിറ്റി. അതേ രീതിയിലുള്ളൊരു സെക്യൂരിറ്റി കാര്യം നമ്മുടെ കവടിയാർ കൊട്ടാരത്തിൻ്റെ ചുറ്റുവട്ടത്തും കൊടുക്കണം സർക്കാർ ചിലവിൽ. കാരണം അത് അമൂല്യ നിധികളാണ്. അത് കൊട്ടാരത്തിൻ്റെ ഇപ്പോഴത്തെ അവകാശികളാണെങ്കിലും അത് കാലാകാലങ്ങളായിട്ട് അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അത് സംരക്ഷിക്കാനുള്ള സംവിധാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ തന്നെ കൊട്ടാരത്തിലുണ്ടാകണം. അവരുടെ പേഴ്സണലായ കാര്യങ്ങളാണെങ്കിലും അത് ഒരു കാലത്ത് അത് പൊതുമുതലായിട്ട് വരും. കാരണം അല്ലെങ്കിൽ അത് അവർ വിലപിടിപ്പുള്ള സാധനങ്ങൾ മുഴുവൻ അവർക്ക് വിറ്റ് അത് പണമാക്കാൻ കഴിയില്ല. കാരണം ആർക്കിയോളജിക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനങ്ങളൊക്കെയാണ്. പല നിയമപ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ടാവും. അതുകൊണ്ട് ഇനി നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് അവിടെ അടിയന്തരമായി 4 വശത്തും സെക്യൂരിറ്റി പോസ്റ്റ് ഉണ്ടാക്കി കൊട്ടാരം സംരക്ഷിക്കണം. അവിടുത്തെ അംഗങ്ങൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കണം. അവരുടെ സ്വന്തം ചെലവിലുള്ള സംരക്ഷണവും പ്രൊട്ടക്ഷനും മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അത് പാടില്ല. ഇനി കൊട്ടാരത്തിൻ്റെ പരിസരത്തുള്ള സ്ഥലങ്ങൾ നഷ്ടപ്പെടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിക്കണം. കുറേയധികം സ്ഥലങ്ങൾ പല പോലീസ് ഓഫീസർമാരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് അത് കെട്ടിടങ്ങൾ വെക്കാനായിട്ട് വാങ്ങിച്ച് അന്യാധീനപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട്. ഏതായാലും കൊട്ടാരത്തിൻ്റെ 10-40 ഏക്കറോളം സംരക്ഷിക്കുകയും അവരെ സംരക്ഷിക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരുണ്ട്. അമൂല്യമായ നിധികളുള്ള സ്ഥലങ്ങളാണ്, ആർക്കിയോളജിക്ക് വാല്യൂ ഉള്ളതാണ്. അതുകൊണ്ട് അത് സംരക്ഷണ മേഖലയാക്കി പ്രഖ്യാപിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.